ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. ഇതിലെ രാവിലെ മുതൽ എന്താ പറയുക വൈകുന്നേരം വരെയുള്ള രാത്രി വരെയുള്ള നമ്മളെ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അല്ലേ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അന്നത്തെ ദിവസം രാവിലെ നമസ്കാരവും കാര്യങ്ങളും വർക്കൗട്ടും എല്ലാം കഴിഞ്ഞ് ഞാനിതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കുടിക്കലാന്നേ. പിന്നില്ലേ കുറേ ആയില്ലേ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്ത. ഞാൻ കുറേ നാളായി പറയണമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോയിലില്ലേ ഇന്നത്തെ ദിവസം തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണത്. അതിലില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നത് അസ്സലാമു അലൈക്കും എന്നല്ല അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന്. ഞാൻ അസ്സലാമു അലൈക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ 2 വർഷത്തോളമായി ഞാൻ പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ട്, അതുപോലെ തന്നെ ഇപ്പം അത് അയച്ച് പിന്നെ അലൈനർ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടെല്ലായിരിക്കും സംസാരത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടൊന്നല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ സൗണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാത്ത. ഞാൻ അസ്സലാമു അലൈക്കും തന്നെയാണ് പറയുന്നത്. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി കറക്റ്റായിട്ട് തന്നെയാണല്ലോ പറഞ്ഞതെന്ന്. എന്നാലേ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിനി അസ്സലാമു അലൈക്കും എന്ന് പറയണേന്ന്. അസ്സലാമു അലൈക്കും തന്നെയാണ് ഞാൻ പറയുന്നത്. കേൾക്കുമ്പം കറക്റ്റായിട്ട് വരാത്തതാണ്. കാര്യം പല്ലിന് അലൈനർ ചെയ്തുകൊണ്ട് തന്നെ. അലൈനറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഷെയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി. ഇൻഷാ അല്ലാ Q&A എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ.
പിന്നെന്താ, അപ്പം രാവിലെ ഞാനില്ലേ ഇങ്ങനെ ബുഹൂറൊന്ന് പുകയ്ക്കലുണ്ട്. ഇത് നല്ലതാണ്. ഡെയിലി ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് എനർജി, എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി നമ്മൾ വീട്ടിൽ കയറും കേട്ടോ. ഇപ്പം നെഗറ്റീവ് എനർജിയിലും ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ജനലുകളും വാതിലുകളും എല്ലാം ഓപ്പൺ ആക്കുക. ഇങ്ങനെ എല്ലാം അടച്ചു മൂടി ഇരിക്കുമ്പോൾ ഒരു നമ്മളെ ബോഡിയിൽ നിന്ന് തന്നെ വരുന്ന നെഗറ്റീവ് എനർജീസ്, തോട്ട്സ്, കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, ചിന്തകൾ, കാര്യങ്ങളെല്ലാം നിറഞ്ഞ് നമ്മളെ വീട് തന്നെ നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ജനലുകളും വാതിലെല്ലാം തുറന്ന് എന്തെങ്കിലും ഏത് മതസ്ഥരായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രാർത്ഥനകൾ വീട്ടിൽ വെക്കുക. ഞാൻ ഖുറാനാണ് വെക്കൽ. ഞാൻ ബക്കറ സൂറത്ത് ഡെയിലി വീട്ടിൽ വെക്കാൻ ശ്രമിക്കലുണ്ട്. കാര്യം ബക്കറ സൂറത്ത് വെച്ച വീട്ടിൽ നെഗറ്റീവ് എനർജി അടുക്കൂല എന്നാണ് പറയുക, നമ്മളെ വിശ്വാസപ്രകാരം. അപ്പോൾ ഓരോരോ ആൾക്കാർക്കും എന്താ പറയുക, ഓരോരോ ആൾക്കാർക്ക് ഓരോരോ വിശ്വാസങ്ങളായിരിക്കില്ല. ആ വിശ്വാസത്തിലൂടെയല്ലേ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് എന്താണോ വിശ്വാസം അത് നിങ്ങൾ ചെയ്യുക. എനിക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. രാവിലെ എണീച്ച് ബുഹൂർ മൊത്തത്തിലൊന്ന് ഞാൻ പുകയ്ക്കലുണ്ട്. അന്നേരം തന്നെ വീട് മൊത്തം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളെല്ലാം വരും. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വെള്ളിയാഴ്ചകളിലാണ് അധികം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നില്ലേ ആ ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ലേ, എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് കേടാവും, ഇടയ്ക്കിടയ്ക്ക് ശരിയാക്കും, പിന്നെയും അങ്ങനെ തന്നെ ആവും. ഇൻഷാ അല്ലാഹ് ശരിയാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ടൈമൊന്നും കറക്റ്റ് അല്ല അതിൽ. പിന്നില്ലേ എന്താ പറയുക, ഞാനില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് വന്നതാണ്. പിന്നെ രാവിലെ ആകുമ്പില്ലേ വീട് മൊത്തത്തിൽ അലങ്കോലമായിട്ടാണ് ഉണ്ടാവുക. പ്രത്യേകം എന്താ പറയുക, കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ടേബിളിൻ്റെ ഉള്ളിലുണ്ട്. രാവിലെ ആകുമ്പം കുറച്ച് അലങ്കോലമായിട്ട് തന്നെയാണ് വീടുണ്ടാവുക. പക്ഷെ ഞാൻ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് നമുക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം നല്ല ചെയ്യുക എന്നുള്ളൊരു ചിന്തയായിരിക്കില്ലേ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ദിവസമാണ്. ഞാൻ വിചാരിച്ചു വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചിക്കന് ഞാൻ എന്താ പറയുക ചെറിയ പീസാക്കിയിട്ട് ബ്രസ്റ്റ് പീസ് ഉണ്ടാവില്ലേ ചിക്കൻ്റെ, അത് കട്ട് ചെയ്ത് വെക്കലുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിന് എല്ലാം ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വീഡിയോസിൽ ഷെയർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാ ഞാനില്ലേ ഒരു പാനിൽ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വെച്ച ചിക്കന് കുരുമുളക് ക്രഷ് ചെയ്തത്, കുറച്ച് മുളക് പൊടി, ഗരം മസാല പൗഡർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ സാധാ ചില്ലി ചിക്കൻ ഉണ്ടാക്കൂലേ അതുപോലെ ഉണ്ടാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അപ്പം ഇത് വേഗം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണി ഭയങ്കര ഈസിയാവും. ചിക്കനൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം ഒരു ഉള്ളി ചെറുതായിട്ട് കൊത്തി തരുന്നത്, 2-3 അല്ലി വെളുത്തുള്ളി, ക്യാപ്സിക്കം, തക്കാളി, റെഡ് ചില്ലി ഫ്ലെക്സ്, ടൊമാറ്റോ കെച്ചപ്പ്, എന്താ പറയുക ചില്ലി സോസ്, അങ്ങനെ നമ്മൾ ചിക്കൻ ചില്ലി ഉണ്ടാക്കൂലേ അതെല്ലാം കുറച്ച് അളവിൽ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു ചില്ലി ചിക്കൻ്റെ ഒരു മസാല, ഒരു എന്താ പറയുക ഫില്ലിങ് ഉണ്ടാവില്ലേ അതുപോലെ ആക്കിയെടുക്കലാണ്. പിന്നില്ലേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കാനുള്ളത്, ഞാൻ അധികവും ഓൺലൈൻ ട്യൂഷൻസ് ഒരുപാട് ഓൺലൈൻ ട്യൂഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരത്തില്ലേ. അപ്പം എനിക്ക് വരുന്ന കമൻറ്റാണ് ഏറ്റവും ചെറിയ ഫീസിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഓൺലൈൻ ട്യൂഷന് പറഞ്ഞൊരു ഉറപ്പും. കാര്യം ചിലതെല്ലാം ഭയങ്കര ഫീ ആണ്, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല എന്നല്ല. അപ്പം നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ആൽബ ലേണിങ്. KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വന്നിട്ടാ ഇവർ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്ന. പല സ്ഥലത്തും ഫീസ് ചോദിച്ചിട്ട് ചിലർ പറയുന്നതാണ് പല സ്ഥലങ്ങളിലും ഫീസ് ചോദിച്ചിട്ടും മടുത്ത്. അപ്പം ഫീസ് കുറഞ്ഞ നല്ല പ്രീമിയം ആയിട്ടുള്ള ക്ലാസ് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന്. അങ്ങനെയുള്ളവർക്കില്ലേ നിങ്ങളെ കുട്ടികളെ ചേർത്താൻ പറ്റിയൊരു ഓപ്ഷനാണ് ഇത്. ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കും. ഇന്നത്തെ മത്സര ലോകത്തിൽ ഓരോ കുട്ടിക്കും വ്യക്തിഗത ശ്രദ്ധ ലഭിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ആൽബ ലേണിങ്ങിലെ ടോപ്പ്+ പ്ലാൻ 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ എന്ന പ്രത്യേക രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം മനസ്സിലാക്കിയിട്ട് അവർക്കനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ആൽബ ഒരുക്കുന്നത്. ഇപ്പില്ലേ അഡ്മിഷൻ എടുക്കുന്നവർക്കില്ലേ
ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 20% ഫെയിൽ ഡിസ്കൗണ്ടും കൂടി ഇവർ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും ഇവിടെ ജോയിൻ ചെയ്യുക. എല്ലാ സിലബസിലും ട്യൂഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ മാത്രം എടുത്ത് പഠിക്കാനും സാധിക്കും. ഗൾഫിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പാക്കേജും ഇവരൊരുക്കിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ആയിട്ട് ഡെമോ ക്ലാസ്സും ഇവർ കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ്, CBSE, ICSE തുടങ്ങിയ എല്ലാ സിലബസിലുള്ള വിദ്യാർത്ഥികൾക്കും ഏത് രാജ്യത്ത് നിന്നും കുറഞ്ഞ ഫീസിൽ ഓൺലൈൻ ട്യൂഷൻ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള ഒരു പ്രീമിയം ക്ലാസ് ആവശ്യമുള്ളവർ എന്തായാലും ഈ ഒരു ഡിസ്കൗണ്ട് ഫീസ് എന്താ പറയുക മിസ്സാക്കണ്ട. എന്തായാലും ജോയിൻ ചെയ്തോ. ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ വിവരങ്ങൾക്കില്ലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലും ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തോ. അപ്പോൾ ഇതാ എൻ്റെ ആ ഒരു ചില്ലി ചിക്കൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പില്ലേ ഞാനൊക്കെയും കൂടിയിട്ട് കോഫി കുടിക്കലാണ്. കുറച്ച് നട്ട്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഫി കുടിക്കാൻ തോന്നി. സാധാരണ ചായ ആണ് ഉണ്ടാക്കൽ. കാര്യം എൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് ചായ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ മുഹമ്മദിനാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായയിൽ പുതിനയിൽ ഇട്ടിട്ട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അങ്ങ് കോഫി ആണെങ്കിൽ എൻ്റെ മൂത്താൾക്ക് ചായ ആണ് ഇഷ്ടം. മുഹമ്മദിനാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ. എൻ്റെ മൻഹക്ക് എന്നെ പോലെ തന്നെയാണ്, എന്തും ഒക്കെയാണ്. അങ്ങനെ പിന്നെന്താ, അപ്പം ഞാനും ഒക്കെയും കൂടിയിട്ട് രാവിലെ തന്നെ അങ്ങനെ കോഫിയും കാര്യങ്ങളെല്ലാം കുടിച്ച് ഇങ്ങനെ കുറച്ച് സമയം പുറത്തിരിക്കുവേ. ചില സമയം മുട്ട, പഴം, ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഉണ്ടാക്കൽ എന്താ പറയുക നിർബന്ധമായിട്ട് ഉണ്ടാക്കലൊന്നുമില്ല. എന്തെങ്കിലും മുട്ട, പഴം, ബ്രെഡ് അങ്ങനെയെല്ലാം ഒപ്പിക്കൽ തന്നെയാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ കിച്ചണിൽ എന്താ പറയുക എൻ്റെ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ക്യാപ്സിക്കും എല്ലാം ഉണ്ട്. വേഗം ഇതുണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ റാപ്പ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഡേറ്റ് കഴിയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നുണ്ടാക്കലാണ്. നമ്മളങ്ങനെയല്ലേ ലേഡീസ്. ഞാനില്ലേ ബ്രെഡെല്ലാം വാങ്ങി വെക്കുക. ലാസ്റ്റ് ഡേറ്റ് കഴിയുന്ന സമയം എടുക്കാൻ കൂർമാരാ. പക്ഷേ ഈ ബ്രെഡിനെ കൊണ്ട് എന്താ ഉണ്ടാക്കലെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ബ്രെഡ് തന്നെ എടുക്കാനും വിടൂല. എന്നോട് അറിയും ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ട് കളയാനല്ലേ എന്ന് പറയും. അങ്ങനെ അതുപോലെ ഞാൻ ചപ്പാത്തി പാക്ക്, പൊറോട്ട പാക്ക് അങ്ങനെ ഒന്നും എടുക്കില്ല. ബെന്നെടുക്കില്ല. എല്ലാം കുറവാണ് എടുക്കൽ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ടായിനി തീർക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലേ ഭയങ്കര എളുപ്പമായിരിക്കും കുക്ക് ചെയ്യാൻ വേണ്ടിക്ക്. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഭയങ്കര ഈസിയല്ലേ. പിന്നെ ഞാനിതാ ചായയും കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ റാപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറുതും വലുതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ചെറുതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കും. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ്. ഇത് ചൂടാക്കൂലെന്ന് ചോദിക്കലുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കലുണ്ട്. അങ്ങനെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലേ ഞാൻ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്നാക്സ് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടോക്കാം. നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ വേണ്ടത് ഇർഫാന ഷംഷീർ ആ ഒരു റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടത് ഞാൻ കുറേ അതിലെ വീഡിയോസ് ചെയ്യാത്ത വേറൊന്നുമല്ല. എനിക്ക് കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. ഈ വീട്ടിൽ കൂടുതലും 2-3 കല്യാണവും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ തോന്നാം. അല്ലാന്നുണ്ടെങ്കിൽ സമയം കിട്ടാം. പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ടയർഡാവും, പിന്നെ മടി പിടിക്കും, പിന്നെ 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വീഡിയോ കാണാനായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. താങ്ക് യു സോ മച്ച്. നമ്മൾ വീഡിയോ കാണാത്തരം അന്വേഷിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരുടെ കമൻസും കണ്ടിട്ടുണ്ടായിനി. എല്ലാവരുടെ കമൻസിനും താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഞാനിത് മൊത്തത്തിൽ റാപ്പ് ചെയ്തെടുക്കലാണ്. പിന്നിലെ ഇത് നമുക്ക് ചപ്പാത്തിയിലും പൊറോട്ടയിലും എല്ലാം ചെയ്തെടുക്കാൻ പറ്റുമേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ടയിലാകുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉച്ചക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ച ദിവസമാണ്. രാവിലെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് മുറ്റത്തുണ്ടാവും. ലീവിലെസ് ആണെന്നുണ്ടെങ്കിൽ അധികം മുറ്റത്തുണ്ടാവും. പിന്നെ മുറ്റം നമുക്ക് ക്ലീൻ ആക്കാവുന്ന രീതിയിലല്ല കേട്ടോ. ഗ്രാസും കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ട് നല്ലോണം പണിയുണ്ട്. ഞാൻ 2 മാസം കൂടുമ്പം കട്ട് ചെയ്യാൻ വേണ്ടിക്ക് ആൾക്കാരെ വരുത്തിക്കലാന്ന്. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് തന്നെ ആരും വരുന്നില്ല. കാര്യം വെയിലുണ്ടെങ്കിലേ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ മുറ്റാന്നുണ്ടെങ്കിൽ മൊത്തം അലങ്കോലായിട്ടുണ്ട്.
അങ്ങനെ പിന്നെന്താ, ഞാനതിൻ്റെ ഇടയിൽ അലക്കാനും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ പണി ഏതുവരെ ആയി എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. അത് ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാട്ടോ. ഇപ്പം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിനും ടൈമില്ലാത്ത പോലെയാണ് തോന്നുന്നത്. ദിവസം എത്ര പെട്ടെന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒന്നിനും സമയം ഉണ്ടാകുന്നില്ല. എന്തെല്ലോ തിരക്കല്ലായിട്ട് പുറത്ത് ഓരോരോ ആവശ്യം ഉണ്ടാവും ഓരോ ദിവസം. ഞാനൊക്കെയും അങ്ങനെ പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഞാനും ഉമ്മയും പോവും. പിന്നെ എല്ലാ വീഡിയോസിലും ഫേസ് കാണിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. എന്താ പറയുക, നമുക്ക് ഇഷ്ടം തന്നെയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം നമുക്ക് മടി പിടിക്കൂലേ, നമുക്ക് എന്താ പറയുക, ഞാൻ വീഡിയോയിൽ ഫേസ് കാണിക്കാത്ത മെയിൻ എനിക്ക് അധികം തോന്നലില്ല വീഡിയോയിൽ ഫേസ് കാണിക്കാൻ വേണ്ടിക്ക്. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയലുണ്ട്, എനിക്ക് സംസാരിക്കുമ്പം കയ്യോടും കണ്ണോടും എന്താ പറയുക ഭയങ്കര ആക്ഷൻസ് കൂടുതലാണ്. അപ്പം എനിക്ക് എന്തോ പോലെ ഇരിക്കും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നേരിട്ട് കാണുന്ന പോലെയല്ല കേട്ടോ, വീഡിയോയിൽ കാണുമ്പം വേറെ തന്നെയാണ്. അന്യം എൻ്റെ മൂത്ത മോളെയും വേറെ തന്നെയാണ് വീഡിയോയിൽ കാണുമ്പം. പക്ഷേ എൻ്റെ മൻഹ അതുപോലെ എൻ്റെ ഇക്ക മുഹമ്മദ് എല്ലാം വീഡിയോയിൽ എന്താ പറയുക നേരിട്ട് കാണുന്നതിൽ സെയിം തന്നെയാണ് വീഡിയോയിലും. അപ്പം എനിക്കും മൈസക്കൂലെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഭയങ്കര മടിയാണ്. കാര്യം നമ്മൾ നേരിട്ട് കാണാനും നമുക്ക് കൂടുതൽ എന്താ പറയുക നല്ലതായിട്ട് തോന്നൽ. വ്ളോഗിലെല്ലാം ഞാൻ ഫേസ് കാണിച്ച വീഡിയോയിൽ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്താൽ മതി, വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഡെയിലി എല്ലാ വീഡിയോസിലും ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. കാര്യം ഇഷ്ടമല്ലായിട്ടല്ല കേട്ടോ, നമുക്ക് ഓരോരോ ദിവസം ഓരോരോ മൂഡുണ്ടാവില്ലേ, അങ്ങനെ നമുക്ക് എന്താ പറയുക അങ്ങനെ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ മടിയല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനെ പിന്നെന്താ, നിങ്ങൾ കമൻസിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിനെ, ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ ഒരുപാട് പേരെ തോന്നുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഇപ്പോഴും ഞാൻ പറയാമെന്ന് അന്യം എന്താ പറയുക, ഞാൻ തോന്നുന്നെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് ഇന്നാളെ പോലെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ. അതിലെനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത്, കോമഡി അല്ല ഭയങ്കര ഇതായിട്ട് തോന്നിയത്, എന്നും സ്വന്തം ജാനകി കുട്ടിയിലെ ആ ഒരു പ്രതയില്ലേ അതുപോലെ ഉണ്ട്. എന്താ പറയുക, അവരെ പേരെന്താന്നൊക്കെ ഇപ്പം കിട്ടുന്നില്ല, ഞാൻ കമൻറ്റ് നോക്കണം. അങ്ങനെ ഞാൻ കുറേ കമൻറ്റെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായി. വ്ളോഗറായ ഒരു ഇത്താത്താൻ്റെ മോനെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിന്, സെയിം അതേ ഫേസാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ കുറേ ആൾക്കാരെ പേരുണ്ടായിട്ടുണ്ടായിനെ. ഇർഫാനൻ അങ്ങനെ തോന്നുന്നെല്ലാം പറഞ്ഞിട്ട്, ആ തോന്നുന്നവർക്കെല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിനെ. പക്ഷേ ഇല്ല, ഞങ്ങൾക്കും അറിയാനുള്ളത് നിങ്ങൾ എന്നെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, നേരിട്ട് കാണാൻ വേണ്ടിക്ക് നല്ല ഡിഫറൻസ് ആണ്. എല്ലാം കൊണ്ട് തന്നെയാണ് നമുക്ക് ഫേസ് കാണിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടം കുറവ്. കാര്യം നമ്മൾ നേരിട്ട് കാണുന്ന പോലെ അല്ലല്ലോ. എൻ്റെ മൂത്ത മൂക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ മൂത്ത ആളും അന്യം പുറത്താരെങ്കിലും കണ്ടാൽ പറയും വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാന്ന്. കുറേ ആൾക്കാർ പറയലുണ്ട് കാണുമ്പം, ശരി തന്നെയാണ് കേട്ടോ, നേരിട്ട് കാണാൻ വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അതുകൊണ്ട് തന്നെ എനിക്കും എൻ്റെ മോൾക്കും കല്യാണം നമ്മളെ ഫാമിലിയിലെല്ലാം കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ നിൽക്കാനും എല്ലാം മടിയായിരിക്കും. ഇപ്പം നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടക്കുമ്പം ഒരു രസം ഉണ്ടാവില്ലേ, പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ രസം കിട്ടൂല, അന്നേരം ഒരു മടിയായിരിക്കും. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പം ഞാനില്ലേ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ച് എന്നിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിനെ. ഒന്ന് പുറത്ത് പോകണം, വേറൊന്നുമല്ല, കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലേ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പുറത്ത് പോക്കുന്നുണ്ട്. ഞാനും ഇക്കയും മക്കളും അങ്ങനെ പോക്കാന്ന്. കാര്യം മന്തി, നമ്മൾ പഴങ്ങാടിയിൽ നല്ല മന്തി വന്നിന്നെല്ലാം പറഞ്ഞിട്ട് ആ മന്തി ഒന്ന് കഴിക്കണം. പിന്നെ ഇതില്ലേ ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ബാത്റൂം ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്ന് എത്ര കാലമായി എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, എല്ലാവരും ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ബാത്റൂം ക്ലീൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റിൽ നമ്മൾ ഹെയർപിക്കാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന സർഫ് ഉണ്ടാവില്ലേ, എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടാണ് ഈ ഒരു ടൈലും കാര്യങ്ങളെല്ലാം ഉരയ്ക്കാം. പിന്നെന്താ, എനിക്കില്ലേ ബാത്റൂം കയറുമ്പോൾ നല്ലോണം സർഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പതവക്കുന്ന രീതിയിൽ ഉരക്കണമെങ്കിൽ ഇഷ്ടമാണ്. പക്ഷേ വീഡിയോയിൽ കാണുമ്പം ചിലർ വെള്ളം അധികം തിരിച്ചിട്ട് കാണുമ്പം പറയും
എന്തിനാ ഇത്ര തിരിക്കുന്നത്, വേസ്റ്റ് ആക്കണ്ടെന്നെല്ലാം പറയും. അതുകൊണ്ട് ഞാൻ കുറച്ചതാണ്. അങ്ങനെ ഇത് തന്നെയാണ് എൻ്റെ ബാത്റൂം ക്ലീനിങ്. എന്നിട്ട് മൊത്തത്തിൽ വെള്ളമൊഴിച്ച് കളയും. പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. ബാത്റൂം ആയാലും കോട്ടയാടായാലും ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ബാത്റൂമിലായാലും ഇപ്പോൾ വീട് വെക്കുമ്പം ഐലൻഡ് കിച്ചൺ നല്ലതാണോ എന്നെല്ലാം എന്നോട് ചോദിക്കലുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ UPVC വീഡിയോ കാര്യങ്ങൾ, അങ്ങനെ അലക്ക് മെഷീൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം കൂടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ വർഷമായി ഞാൻ പറയുന്നത് ചെയ്യാമെന്ന്. പക്ഷേ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നില്ലേ അതിനിടയിൽ ഞാനില്ലേ അലക്കാനെല്ലാം ഇട്ടിട്ടുണ്ട്. അലക്കലങ്ങനെ നടക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ കുന്നുകൂടിയ പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ആ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് പോലാന്ന്. ഇന്നാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ലീവ് ആയതുകൊണ്ട് ഞാനും മുഖ്യം മക്കളും അങ്ങനെ പോലാന്ന്. ഉച്ചക്ക് ഫുഡ് മന്തി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പെരി പെരി ചിക്കൻ മന്തി ആണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം എന്നോടില്ലേ പെരി പെരി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ഒരുപാട് നാളായി ചോദിക്കുന്നത്. ഞാൻ എല്ലാ ടൈപ്പ് ചിക്കൻ മന്തി റെസിപ്പി വീഡിയോയും ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയ ആൾക്കാരാന്ന് തോന്നുന്നു, അവർക്ക് വേണ്ടിക്കില്ലേ ഞാൻ ഈ വീഡിയോയിൽ പെരി പെരി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻസ് ആയിട്ടുണ്ടായിനി. ഞാൻ എപ്പോഴും വിചാരിക്കും കറക്റ്റ് വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യണം, പണ്ടത്തെ പോലെ തന്നെ കറക്റ്റ് ടൈം വീഡിയോ ചെയ്യണമെന്നല്ല. പക്ഷേ എങ്ങനെയായാലും നമുക്കിപ്പം എന്താ പറയുക, ടൈം കിട്ടില്ല. ഇപ്പം അധികം പുറത്ത് തന്നെയാണ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് നാൾ വീഡിയോസ് ചെയ്യാണ്ടെന്നേ. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടില്ലേ വീഡിയോ കറക്റ്റ് ഒരു 1:30 അല്ലാന്നുണ്ടെങ്കിൽ 2:30 അല്ലാന്നുണ്ടെങ്കിൽ 5:30 മണിക്കെല്ലാം അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ ഫ്രീ ആകുന്ന ടൈം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഒരു എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും എൻ്റെ വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിച്ചു കേട്ടോ. പിന്നെന്താ, നമ്മളില്ലേ പുറത്ത് പോയി ഫുഡെല്ലാം കഴിച്ച് പിന്നെ കണ്ണൂർ വന്ന് കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളെല്ലാം വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ രാത്രി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായിനെ. ഇതിപ്പില്ലേ ഞാൻ പെരി പെരി ചിക്കൻ മന്തിൻ്റെ റെസിപ്പി കാണിക്കലാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ്. ഉണ്ടാക്കാനും ഈസിയാണ്. എന്തായാലും റെസിപ്പി കണ്ടുനോക്ക്. അപ്പോൾ ഈ ഒരു പെരി പെരി ചിക്കൻ മന്തി റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് മന്തി മസാലയാണ്. അതിനായിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി, 1 ടീസ്പൂണിലും കുറവ് ക്യൂമിൻ സീഡ് പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണിലും കുറവ് വലിയ ജീരകം ഫെനൽ സീഡ് പൊടിച്ചത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലെ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഏത് മന്തി ഉണ്ടാക്കുമ്പം ഈ ഒരു മന്തി മസാല നിങ്ങൾക്ക് എന്താ പറയുക ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് മന്തി റെസിപ്പി കാണിക്കുമ്പം ഈ ഒരു റെസിപ്പി കാണിച്ചത് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലേ മല്ലി മുളക് ജീരകമെല്ലാം പൊടിക്കാണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചെടുക്കുക. പക്ഷേ നമ്മളിങ്ങനെ ജീരകം കാര്യങ്ങളെല്ലാം പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കൈപ്പിട നിറയെ മല്ലിയില, 1 കൈപ്പിട നിറയെ പുതിനയില, 1 ചെറുനാരങ്ങ, 1 പീസ് ഉള്ളി, 1 പീസ് തക്കാളി, പിന്നെ 1 ബൾബ് വെളുത്തുള്ളി, 3 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. അപ്പം ഞാനീ പറഞ്ഞ കറക്റ്റ് അളവ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പുതിനയില എടുക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഇല്ലാണ്ട് അതിൻ്റെ ലീഫ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചെറുനാരങ്ങക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനെഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 1 ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 1 ബൾബ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെറുനാരങ്ങ കൂടി പിന്നെ കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ വേണം. 1.5 കിലോ നമ്മൾ മന്തിയിൽ ഉണ്ടാക്കുമ്പം കുറച്ച് ചെറിയ ചിക്കൻ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ലെഗ് പീസും മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ചിക്കനിൽ ചെയ്തെടുക്കുക. നമുക്കെല്ലാവർക്കും ഈ ഒരു പീസ് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ ഇതാ ചിക്കന് മൊത്തത്തിൽ വരഞ്ഞെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ചെറിയ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ വരഞ്ഞെടുക്കുക മാത്രമൊന്ന് ചെയ്യുന്നത്. പിന്നില്ലേ
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തോലോട് കൂടിയ ചിക്കനും എടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം 1 കിലോ റൈസിലാണ് കേട്ടോ ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കിലോ റൈസിലല്ലോ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിലും കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കലാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരഞ്ഞു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പുളിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ ഇതാ തൈര് ഒഴിച്ചു കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മല്ലിയില പുതിനയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടതില്ലേ നമ്മൾ നേരത്തെ റോസ് മെല്ല് മാറ്റിയെടുത്ത ആ ഒരു മുളക് മല്ലി മിക്സിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കേണ്ട. ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാര്യം ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കലാണ്. ഇതൊരു 1/2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് കൊടുത്തതിനാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മന്തി മസാല റെഡിയാക്കാനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ ഒരു ക്യാപ്സിക്കം, ഒരു ഡ്രൈ ലെമൺ, ഒരു ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത്, ബേ ലീഫ്, പട്ട, കറാമ്പ്, ഏലക്ക, ഞാനിതിലെടുത്ത ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനില്ലേ അത് വെച്ച് കൊടുക്കാം. അപ്പം അതിൽ നിന്നും മസാല കുറച്ച് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കുക കേട്ടോ. ബാക്കി മസാല അങ്ങ് മാറ്റിയെടുക്കുക. കാര്യം ബാക്കി മസാല നമുക്ക് വേണം. കാര്യം നമ്മൾ പെരി പെരി ചിക്കൻ മന്തിയല്ലേ റെഡിയാക്കുന്നത്. ആ ഒരു പെരി പെരി സോസിലേക്കും കൂടി നമ്മൾക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ടില്ലേ ഈ ഒരു മസാല കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ 1 ഇഞ്ച് വേണ്ട അതിലും കുറച്ച് ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ റെഡ് ചില്ലി ഫ്ലെക്സ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇതാ ഇതിലേക്കുള്ള റൈസിനായിട്ട് ഞാൻ 1 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് കഴുകിയിട്ട് ഒരു 5, 10, 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചിക്കന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കുക. പിന്നില്ലേ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ആദ്യം ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എല്ലാം ഒന്ന് എളുപ്പത്തിന് വേണ്ടിക്ക് എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് കുക്കാക്കി എടുക്കുക, ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കാൻ വേണ്ടിക്ക് വെള്ളം ചൂടാക്കി എടുക്കുക. ഉപ്പ്, കറാമ്പ്, പട്ട, ഏലക്ക ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിനാലല്ലേ മൊത്തത്തിൽ ചിക്കൻ്റെ ഉൾഭാഗം വേവണമെന്ന് നിർബന്ധമില്ല. 2 ഭാഗം ഒരുപോലെ ഫ്രൈ ആയിട്ട് വന്നതിനാൽ എണ്ണയിൽ നിന്നത് കോരി മാറ്റാം. കാര്യം നമ്മൾ പെരി പെരി സോസ് റെഡിയാക്കിയിട്ട് അതിലും ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പെരി പെരി സോസ് റെഡിയാക്കാൻ വേണ്ടിക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ, 2 ടേബിൾ സ്പൂൺ തന്നെ കെച്ചപ്പില്ലേ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് റെഡ് ചില്ലി ഫ്ലെക്സ് ആണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാലയില്ലേ അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോളം മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നല്ലൊരു സ്മെല്ല് വരും, അതുവരെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പം ബട്ടറിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ലോണം തിളച്ച് വന്നതിനാലില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഈ ഒരു ചിക്കനിലേക്ക് ഫ്രൈ ആയിട്ട് വന്ന ചിക്കൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും ഈ ഒരു ടൈമിൽ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കന് ഫ്രൈ ആയിട്ട് വന്നതിനാൽ ഈ ഒരു സോസില്ലേ പെരി പെരി സോസ് ഇതിന് മുകളിലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ തന്നെ മന്തി ദം ചെയ്തെടുക്കുക. പക്ഷേ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാ ചിക്കൻ്റെ മുകൾ ഭാഗത്തും ബാക്ക് വശത്തും എല്ലാം ഈ ഒരു സോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്.
നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി ഫ്ലെക്സ് എല്ലാം ആയിട്ട് നല്ല എരിവും. റെഡ് ചില്ലി ഫ്ലെക്സിലെ നിങ്ങളെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർക്ക് നല്ല എരിവായിരിക്കും ഇഷ്ടം, ചിലർക്ക് എരിവ് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഈ ഒരു ഐറ്റംസ് എന്താ പറയുക റെഡ് ചില്ലി ഫ്ലെക്സും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് പറ്റി കൊടുക്കുന്ന ഈ ഒരു മസാലയും നിങ്ങളെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കലാണ്. എന്നിട്ടില്ലേ പാനിൽ കുറച്ച് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനില്ലേ പകുതി മാത്രം കുക്കാക്കിയാൽ മതി കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടി വരും. അപ്പോൾ ഇതാ ഞാൻ 2 ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കലാണ്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗത്തും ഒരുപോലെ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പാൻ ഓഫ് ചെയ്യുക, എന്താ പറയുക തീ ഓഫ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പെരി പെരി ചിക്കൻ റെഡി ആവും കേട്ടോ. ഇതിന് മുകളിലായിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി തേനില്ലേ, തേനും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിന് മുകളിലായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ആ റൈസ് റെഡിയാക്കാനുള്ള വെള്ളം നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കഴുകി ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് നമുക്കില്ലേ ഒരു 80% അല്ലാന്നുണ്ടെങ്കിൽ ഒരു 90% മാത്രം കുക്കായിട്ട് വന്നാൽ മതി. ബാക്കി നമ്മൾ മന്തി ദം ചെയ്യുന്ന ടൈം കുക്കാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നേരത്തെ ചിക്കനും ഫ്രൈ ആക്കി വെച്ച ഓയിലില്ലേ, അതിൽ നിന്ന് പകുതി ഞാൻ ആ ഒരു മസാലയും ചിക്കനും എല്ലാം കോരി മാറ്റുന്നുണ്ട്. പിന്നെ മന്തി എല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ, ജസ്റ്റ് ഒരു പെരി പെരി ചിക്കൻ മസാല മാത്രമേ ഇതിൽ വ്യത്യാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതാ റൈസ് ആ ഒരു ടൈം കുക്കായിട്ട് വന്നിട്ടുണ്ട്. പകുതി ഓയിലിന് മസാല ഇതിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് കുക്കാക്കി എടുക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ കുറച്ച് വിനെഗറും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തൂവെള്ള നിറത്തിൽ നല്ല വൈറ്റ് കളറായിട്ട് റൈസ് കിട്ടും കേട്ടോ. പിന്നെ മന്തിയിൽ ഉണ്ടാക്കുമ്പോൾ റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളറെല്ലാം ചേർത്ത് കൊടുക്കലുണ്ട്. ഞാനിപ്പോൾ അത് റൈസിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ആദ്യത്തെ ലെയറിൽ എന്താ പറയുക ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മാറ്റി വെച്ച മസാല ഓയിൽ അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ റൈസ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊത്തത്തിൽ ലെവലാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നോക്കി യെല്ലോ ഫുഡ് കളറും പിന്നെന്താ റെഡ് ഫുഡ് കളറെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള മസാലയും കൂടി ഇതിന് മുകളിലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കലാണ്. മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ ഒരു ചിക്കനില്ലേ, പെരി പെരി ചിക്കനില്ലേ, അത് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ആദ്യം ഞാൻ പച്ചമുളകില്ലേ ഇതുപോലെ വെച്ച് കൊടുക്കലാണ്. ഇതിലെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പെരി പെരി ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു പെരി പെരി ചിക്കനില്ലേ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ നാണ് റോട്ടീൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് മന്തി ഉണ്ടാക്കുമ്പം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ചിക്കനും കൂടി ഇട്ട് കൊടുക്കലാണ്. ഇതിന് മുകളിലായിട്ട് ചാർക്കോളും കൂടി കത്തിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു ചാർക്കോളിലെ കത്താൻ ഭയങ്കര പണിയാണ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇത് കത്തിച്ചിട്ട് കുറച്ച് ഓയിൽ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം കത്തിച്ചിട്ട് അതിൻ്റെ കനലായിട്ട് വരണം കേട്ടോ. എന്താ പറയുക നല്ലോണം അതിൻ്റെ സ്മെല്ല് ഇറങ്ങണം. എൻ്റേത് അധികം കത്തിയിട്ടില്ല. ഒരു അരമണിക്കൂർ ഒരു 30 മിനിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പെരി പെരി ചിക്കൻ മന്തി റെഡിയാവും. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കുക. പിന്നെ ഒരുപാട് ടൈപ്പിൽ മന്തി റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് മന്തി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മന്തി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ചിക്കൻ മന്തി, ബീഫ് മന്തി, മട്ടൻ മന്തി എല്ലാത്തിൻ്റെയും റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യമനി ചിക്കൻ മന്തി, അങ്ങനെ പല ടൈപ്പിലുള്ള ചിക്കൻ മന്തി റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടോക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റെല്ലാം ചെയ്യുക കേട്ടോ. പിന്നെന്താ നിങ്ങൾ എന്താ പറയുക ഇതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങളെ കമൻറ്റ്സിലേക്കും കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കലാന്നെല്ലാം പറയലുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഇത് സെർവ് ചെയ്യലാണ്. നമ്മൾ സാധാ മന്തി കഴിക്കുന്നതിലും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. പെരി പെരി ചിക്കൻ മന്തിയിലും നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും. അപ്പോൾ ചിക്കന് മുഴുവനായിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചിക്കൻ അങ്ങനെ കട്ടാക്കിയിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതാ ഞാൻ ചിക്കനെല്ലാം മുകളിൽ വെച്ചിട്ട് ഒന്ന് സെർവ് ചെയ്തിട്ടും കൂടി കാണിക്കാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യുന്ന ടൈം കുറച്ച് ഹണിയും റെഡ് ചില്ലി ഫ്ലേക്സും കൂടി മുകളിലിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിക്ക്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഇതിലെ റൈസെല്ലാം നല്ല ഫ്ലേവർ ആയിരിക്കും. കാര്യം ഈ ഒരു സോസിൻ്റെയും എല്ലാത്തിൻ്റെയും സ്മെല്ലാവുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നമ്മൾ സാധാ കഴിക്കുന്നതിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു മന്തിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുണ്ടല്ലേ ചിക്കനെല്ലാം നല്ല സോഫ്റ്റാണ്, ഉള്ളെല്ലാം നല്ലോണം കുക്കായി എന്താ പറയുക മുകളിലുള്ള ഒരു പെരി പെരി സോസും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.